ഇടുക്കി ജില്ല. പലവിധ രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാനുതകുന്ന വിറ്റാമിനുകളുടെയും മറ്റ് പോഷകങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് പച്ചക്കറികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ പച്ചക്കറികൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറികളാകട്ടെ രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്തതിനാൽ ഇത്തരം ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടവയുമാണ്. ഇവയിൽ നിന്നും രക്ഷ നേടാനുള്ള പോംവഴി ജൈവ രീതിയിലുള്ള വാണിജ്യ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ്. സംഘങ്ങൾ രൂപീകരിച്ച് വാണിജ്യ പച്ചക്കറി കൃഷി ചെയ്യാൻ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ പ്രത്യേകം തുക നീക്കിവച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ 97 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കർഷകരുടെ സംഘങ്ങൾ രൂപീകരിച്ച് മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സംഘത്തിന് ചുരുങ്ങിയത് 5 ഹെക്ടർ സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം. 1,12,500 രൂപയാണ് ഓരോ പുതിയ സംഘത്തിനും നൽകുന്നത്. ജില്ലയിലെ പച്ചക്കറി കർഷകർക്ക് പദ്ധതി പുത്തൻ ഉണർവാകുകയാണ്. ഇളം ദേശം ബ്ലോക്ക് ഉടുമ്പന്നൂർ കൃഷിഭവൻ പരിധിയിലെ KK മോഹന്റെ പച്ചക്കറിത്തോട്ടം ഇത്തരമൊരു മാതൃകയാണ്. വിശാലമായ പാവൽ തോട്ടമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലുമുള്ള കൃഷിഭവൻ അധികൃതരുടെ മാർഗനിർദ്ദേശങ്ങൾ മികച്ച പരിപാലനത്തിന് മോഹനെ ഏറെ സഹായിച്ചു. സമീപവാസിയായ TK സുരേഷിന്റെ തോട്ടവും ഏവർക്കും പിന്തുടരാവുന്ന ഒരു കാർഷിക മാതൃകയാണ്. ക്യാബേജും പാവലും പയറുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ പച്ചക്കറിത്തോട്ടത്തിന് നടുവിൽ ചാണകവും ഗോമൂത്രവും മറ്റും കലർത്തി ഒരു ജൈവവള സംഭരണിയും നിർമ്മിച്ചിരിക്കുന്നു. ഇൻസിറ്റ്യൂ എന്നാണ് ഈ സംവിധാനത്തിന്റെ പേര്. ഇതിനു പിന്നിലും കൃഷിഭവൻ അധികൃതരുടെ ഉപദേശവും മാർഗനിർദ്ദേശങ്ങളുമുണ്ട്.